അസ്സലാമു അലൈക്കും. നമ്മൾ വേഗം ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വന്ന് കാറെടുത്ത് ഉമ്മ അവളെയും കൂട്ടി വന്നു. ഫ്രണ്ട് ഡോർ തുറന്ന് അവളെ കയറ്റിയിരുത്തി യാത്രയാക്കി. കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ഓളെ വീട്ടിലെത്തി. കാറിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ അവൾ നമ്മളെ കൈ പിടിച്ചു നിർത്തി. നമ്മളൊന്ന് രൂക്ഷമായി നോക്കിയതും ഓള് കയ്യിലെ പിടിവിട്ടു. ഷിനുക്ക, വീട്ടിലൊന്നും അറിയരുത്. എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും അറിയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കണം. സംസാരത്തിനിടയിലാണ് വാതിൽ തുറന്ന് ഉപ്പച്ചി വന്നത്. ഉപ്പച്ചിയെ കണ്ടപാടെ അവൾ ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചു. മോനെ വായോ, കയറിയിരിക്കെ. ഹാ ഉപ്പ, ചിരിച്ചുകൊണ്ട് ഉമ്മള മറുപടി കൊടുത്തു. അകത്തേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും ഉമ്മിയും വന്നു. ഉമ്മി, സുഖാണോ? ഹാ. ഉമ്മിയുടെ മോക്ക് സുഖാണോ? ആ ഉമ്മി. മോനെ, എന്താ വിശേഷം? അൽഹംദുലില്ലാ, നല്ലത്. ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. ഇപ്പം കുടിച്ചിട്ടാ പോന്നത്. ഉമ്മി, ഷിനുക്കാക്ക് ജ്യൂസ് കൊടുത്താൽ മതി. ഹാ, നിങ്ങൾ ഇരിക്ക്. അതും പറഞ്ഞ് ഉമ്മി കിച്ചണിലേക്ക് പോയി. പിറകെ അമ്മളോ. ഉമ്മി, കാക്കുയുടെ അവൻ എണീറ്റിട്ടില്ല. ഇന്നലെ കുറേ വൈകിയാണ് കിടന്നത്. എന്തോ വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ആണോ? എന്നാ കിടന്നോട്ടെ. എൻ്റെ മോൾക്ക് അവിടെ സുഖമല്ലേ? ആ ഉമ്മി. ഷിനു എങ്ങനെ? മോളോട് ഇഷ്ടമല്ലേ? ആ ഉമ്മി. ഈ ഉമ്മിക്ക് എന്താണ്? ദാ ഈ ജ്യൂസ് ഷിനുവിന് കൊണ്ടു കൊടുക്ക്. മരുമോൻ ആദ്യമായി വന്നതല്ലേ, ഉമ്മി തന്നെ കൊടുക്ക്. ആ ദാ ആ ഫ്രൂട്ട്സൊക്കെ എടുക്ക്. ആ ഉമ്മി നടന്നു, ഞാൻ കൊണ്ടുവരാം. ഉമ്മിയുടെ പിറകെ 2 പ്ലേറ്റ് ഫ്രൂട്ട്സും എടുത്ത് ഉമ്മളും നടന്നു. കലിപ്പൊന്നും ആവരുതേ എന്ന പ്രാർത്ഥനയിൽ. ഉമ്മി ജ്യൂസ് കൊടുത്തപ്പോൾ സോഫയുടെ കോർണറിൽ ഉമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചു. ഉമ്മൾ അങ്ങോട്ട് മാറി നിന്നു. ഉമ്മ മരുമോനോട് കഴിക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്നാണ് മൂപ്പർ ഉമ്മളെ നോക്കി പറഞ്ഞത്, ഈ ഇരിക്കുക എന്ന്. നമ്മൾ വായും പൊളിച്ച് നിന്നുപോയി. അത് കേട്ട് ഉപ്പച്ചിയും പറഞ്ഞു, മോള് ഇരിക്കേ, ജ്യൂസ് കുടിക്കേ എന്ന്. നമ്മൾ സോഫയുടെ ഒരറ്റത്ത് ഇരിക്കാൻ പോയത് മൂപ്പര് കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്ത് ഇരുത്തി. പടച്ചോനെ, ഇയാളിത് ഓവറാക്കി ചളവാക്കുവോ? സ്നേഹം അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇജാതി അഭിനയം. പകച്ചു പോയി ഉമ്മള്. ജ്യൂസ് എടുത്ത് ഉമ്മളെ കയ്യിൽ തന്നു. ഉമ്മൾ കിളി പോയി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മി പറഞ്ഞു, മോളെ ഷിനുവിന് റൂം കാട്ടിക്കൊടുക്ക്, ഡ്രസ്സ് മാറ്റിക്കോട്ടെ. ഹാ ഉമ്മി. നമ്മൾ അവിടെ നിന്ന് എണീറ്റ് കൂടെ ഷിനുക്കയും എണീറ്റ്. നമ്മൾ സ്റ്റെപ്പ് കയറിയപ്പോൾ കൂടെ കയറി. പെട്ടെന്ന് ഒരു കൈ നമ്മളെ ഷോൾഡറിലൂടെ വന്നു. ഒന്നും അറിയാത്ത പോലെ നമ്മളെ ഷോൾഡറിലൂടെ കൈയിട്ട് മുകളിലേക്ക് കയറി വന്നു. പതിയെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉമ്മിയെയും ഉപ്പച്ചിയെയും കണ്ടു. അത് കണ്ടപ്പോൾ കൽബിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു. ഓ, ഈ മനുഷ്യനെ സമ്മതിക്കണം. അഭിനയിച്ച് ഓസ്കാർ മേടിക്കും. റൂമിലെത്തിയത് ഉമ്മളെ ഷോൾഡറിൽ നിന്നും കൈയെടുത്ത് മുഖത്തു നോക്കിയപ്പോൾ നല്ല കലിപ്പും. സോറി ഷിനുക്ക, ഇവിടുന്ന് പോകും വരെ ക്ഷമിക്കണം. എൻ്റെ ഒരു വിധി. ഇനി ഒരിക്കലും എന്നെ ചതിച്ചവളുടെ വീട്ടിൽ കയറരുതെന്ന് കരുതിയതാ ഞാൻ. ദേഷ്യത്തോടെ അതും പറഞ്ഞ് ചുവരിലേക്ക് കൈ ആഞ്ഞടിക്കാൻ പോയതും ചുവരിൽ ഉമ്മൾ കൈവച്ച് നല്ല ശക്തിയിൽ വന്നു ഇടിച്ചതുകൊണ്ട് ഉമ്മളെ കൈ വല്ലാതെ വേദനിച്ചു. വേദന കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി. നിന്നോട് ആരാടി കൈ അവിടെ വെക്കാൻ പറഞ്ഞത്? ഷിനുക്ക, ചുവരിൽ അടിച്ചാൽ ആ സൗണ്ട് താഴേക്ക് നന്നായി കേൾക്കും. എനിക്ക് പോണം. ഷിനുക്ക, ഒരു ദിവസം ക്ഷമിക്കേ. ഇന്ന് ഒരു ദിവസം മാത്രം. നാളെ രാവിലെ നമുക്ക് പോകാം. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത കൊണ്ട് ബാൽക്കണിയിൽ പോയിരുന്നു. അവിടെ ഇരിക്കട്ടെ. വെറുതെ ഒച്ചയിട്ട് ഉമ്മയും ഉപ്പച്ചിയും അറിയണ്ട. ഉമ്മക്കാണേൽ കൈ നല്ല വേദന, നന്നായി ചുവന്നിട്ടുണ്ട്. ആ കാട്ടുപോത്തിൻ്റെ കൈ ചുരുട്ടി ഇടിച്ചതല്ലേ. നമ്മളെ കൈ ഒടിയാഞ്ഞത് ഭാഗ്യം. താഴേക്ക് പോയി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് കാക്കു പിറകിൽ നിന്ന് വിളിച്ചത്. കാക്കു എണീറ്റാ? ആ, അടിയൻ എന്തേ? റൂമിലുണ്ട്. എന്താ അവിടെ ഒരു സൗണ്ട് കേട്ടത്? എന്താ? അല്ല, ചുവരിൽ തട്ടിയ പോലെ തോന്നി. ഏയ്, ഞാൻ കേട്ടില്ലല്ലോ. കാക്കുൻ്റെ മോള് കള്ളം പറയണ്ട. അളിയൻ എൻ്റെ മോളെ ഇഷ്ടമല്ലേ? കാക്കു എന്താ ഇങ്ങനെ പറയുന്നത്? ഷിനുക്കാക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ആണോ? എന്നിട്ട് അവൻ എന്തിനാ നിന്നോട് ദേഷ്യം? അവൻ കൈ ചുരുട്ടി ചുവരിൽ അടിക്കാൻ പോയപ്പോൾ നീ കൈവച്ചത് ഞാൻ കണ്ടു. റൂമിൽ നിന്ന് ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നിങ്ങളുടെ റൂമിൽ നിന്നും സംസാരം കേട്ടത്. നിങ്ങൾ വന്നത് അറിയാത്തത് കൊണ്ട് ആരാ എന്ന് നോക്കാൻ വന്നതാ. അപ്പോഴാ ഞാൻ കണ്ടത്. കാക്കു, ഇവിടെ ഒന്നും അറിയണ്ട. ഷിനുക്കാനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ നാണക്കേടും സങ്കടവും അത് അങ്ങനെയൊക്കെയല്ലേ തീർക്കുക. മോളെ, നീ ഇങ്ങനെ എല്ലാം സഹിച്ചു എത്ര നാൾ നിൽക്കും? ശരിയാവും കാക്കു. ഷിനുക്കാക്ക് സമയം വേണ്ടി വരും. ഉമ്മിയും ഉപ്പച്ചിയും ഉപ്പ ഒന്നും അറിയണ്ട. കാക്കു ഷിനുക്കാനോട് നല്ല സ്നേഹത്തിൽ പെരുമാറണം. ഹാ, സഹിക്കാൻ പറ്റാതായാൽ ഇങ്ങ് പോന്നേക്കണം നീ. ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ എല്ലാം ഉള്ളിൽ ഒതുക്കി ആരോടും ഒന്നും പറയാതെ സ്വയം മരണം തിരഞ്ഞെടുക്കരുത്. ഇല്ല കാക്കു, ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല. ഷിനുക്കാക്ക് എന്നെ വേണ്ടാതായാൽ ഞാൻ ഇങ്ങ് വരും. ആരില്ലാതായാലും എനിക്ക് നിങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാം. അതിലേക്ക് ഞാൻ തള്ളിയിടില്ല.
അത് മതി മോളെ, എല്ലാം നല്ല രീതിയിലാവാൻ പ്രാർത്ഥിക്കാം. വാ, ഞാൻ എൻ്റെ അളിയനെ കാണട്ടെ. കാക്കു പോയി കണ്ടോ? എൻ്റെ കുട്ടി വായോ. എന്നാ വാ. കാക്കു അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് സ്റ്റെപ്പ് കയറി. കാക്കു, എൻ്റെ ബാബി എന്തു പറയുന്നു? സുഖം. ഓളുടെ വീട്ടിൽ കല്യാണ ആലോചന വരുന്നുണ്ട്. കാക്കു, നമുക്ക് ഉപ്പച്ചിയോട് പറയാം. ഉപ്പച്ചി പോയി ചോദിച്ചോളൂ. പറയാ. എവിടെ നിൻ്റെ കെട്ടിയോന്? ഇതായിരിക്കുന്നു. ഹലോ അളിയ. ഇവിടെ ഉണ്ടായിരുന്നോ മിസ്ബാഹ്? ഇന്നലെ കുറച്ച് വർക്കുണ്ടായിരുന്നു. കിടന്നപ്പോൾ ലേറ്റായി. ഇരിക്കെ. അളിയൻ ചായ കുടിച്ചോ? ഞങ്ങൾ കുടിച്ചിട്ടാ വന്നത്. ഇവിടെ വന്നിട്ട് ജ്യൂസ് കുടിച്ചു. ലീവില്ലേ അളിയന്? ലീവ് കുറവാണ്. ഈ മാസം ലാസ്റ്റ് പോണം. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. ചിലപ്പം 6 മാസം കഴിഞ്ഞാൽ വരാം. ആണോ? വന്നിട്ട് ഇവളെയും കൊണ്ടുപോകാൻ നോക്ക്. ഇവൾക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ട്. നോക്കാം. എന്താ ഇവിടെ മാറി നിൽക്കുന്ന? ഇവിടെ വന്നിരിക്ക്. അഭിനയ കുലപതി അഭിനയം തുടങ്ങി. നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മൂപ്പരുടെ അടുത്ത് ചെന്നിരുന്നു. ഇതൊക്കെ കണ്ടു കാക്കു വായയും പൊളിച്ചു നോക്കുന്നുണ്ട്. അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു. രാത്രി ഉമ്മ ഒരുപാട് വിഭവങ്ങളൊക്കെ ഒരുക്കി. ഉമ്മക്ക് കൈ വേദനിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരോടും പറയാനും പറ്റില്ല. ഉള്ളം ആകെ ചുമന്നു കിടക്കുവാണ്. എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഉമ്മക്ക് കൈ വേദനിച്ചിട്ട് വാരി കഴിക്കാൻ പറ്റുന്നില്ല. ഉമ്മി അവൾക്കൊരു സ്പൂൺ കൊടുക്കുക. കാക്കു അത് പറഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പച്ചിയും ചോദിച്ചു, കൈക്ക് എന്ത് പറ്റിയെന്ന്. ഷെൽഫ് തുറന്നപ്പോൾ കൈ ഷെൽഫിൽ കൊണ്ടതാ. പൊട്ടിയോ? എന്നിട്ട് എവിടെ? ഉപ്പച്ചി അതും ചോദിച്ച് കൈ പിടിച്ചു നോക്കി. മോളെ, കൈ നന്നായി ചുമന്നിട്ടുണ്ടല്ലോ. അത് സാരമില്ല ഉപ്പച്ചി, മാറിക്കോളും. നല്ല വേദന ഉണ്ടോ മോളെ? ഇല്ല. ഓളുടെ ഉപ്പച്ചി കൈ പിടിച്ചു നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ടത്. അപ്പോഴത്തെ ദേഷ്യത്തിന് എൻ്റെ കൈ തന്നെ ഇടിച്ചതാ. ഓള് കൈ കൊണ്ട് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല വേദന ആയി കാണും. സ്പൂൺ വേണ്ട, ഉമ്മി വാരിത്തരാം. അങ്ങനെ ഉമ്മി മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു. എല്ലാവരും ഫുഡ് കഴിച്ചു എണീറ്റു. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ഷിനുക്ക എല്ലാവരോടും നന്നായി സംസാരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ അമ്മക്ക് സമാധാനമായി. ഇനി മതി, സമയം ഒരുപാടായി. പോയി കിടന്നോ മോനെ. ഷിനുക്ക മുകളിലേക്ക് പോയി. നമ്മളെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് തന്നു. ഒരു ഗ്ലാസ് പാലിൻ്റെ ക്ഷീണം അമ്മക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ഉമ്മി. എന്നാ മോള് ചെല്ല്. ശരി ഉമ്മി. നമ്മൾ പാലുമായി മുകളിലേക്ക് പോയി. പടച്ചോനെ, ആ കാട്ടുപോത്ത് വാതിൽ അടക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ബെഡിൽ ഫോണിൽ തോണ്ടി ഇരിപ്പുണ്ട്. നമ്മൾ പതിയെ റൂമിലേക്ക് കയറി പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് പതിയെ ഡോർ അടച്ചു. ഡോർ അടച്ച പാടെ മൂപ്പര് ഫോണിൽ നിന്ന് കണ്ണെടുത്തു നോക്കി. ഷിനുക്ക, പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. അവിടെ ചെന്നിട്ട് ഞാൻ റൂമിലേക്ക് വരില്ല. ഇവിടെ ഒന്നും അറിയരുത്. ഷിനുക്ക കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. അതും പറഞ്ഞ് നമ്മൾ ബെഡ്ഷീറ്റും ഒരു പില്ലോയും എടുത്ത് താഴെ വിരിച്ചു കിടന്നു. ഇന്നലെ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ടാവാം പെട്ടെന്ന് ഉറക്കം വന്നു. വീട് മാറിക്കിടന്നിട്ട് അമ്മക്ക് ഉറക്കം വരുന്നില്ല. പോരാത്തതിന് ഓളിൻ്റെ കൂടെ ഒരു റൂമിൽ. പെട്ടെന്നാണ് അവളുടെ നിവർത്തി വെച്ച കൈ നമ്മൾ കണ്ടത്. കൈ ആകെ ചുവന്നു വീർത്തിരിക്കുന്നു. പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്ന് നോക്കി. നന്നായി ചുവന്നിട്ടുണ്ട്. വേണ്ടായിരുന്നു. എൻ്റെ ദേഷ്യമാണ് ഇതിനൊക്കെ കാരണം. അവിടെ നിന്ന് എണീറ്റ് ഷെൽഫ് തുറന്ന് എന്തെങ്കിലും മരുന്നുണ്ടോ ഒന്നും കണ്ടില്ല. പതിയെ ഡോറ് തുറന്നു മിസ്ബാഹിൻ്റെ റൂമിലേക്ക് ചെന്ന് ഡോറിൽ തട്ടി ഓനെ വിളിച്ചു. ഓൻ ഡോറ് തുറന്നു. എന്താ അളിയ? അത് എന്തെങ്കിലും ഓയിൻമെൻ്റ് ഉണ്ടോ? എന്തിനാ? അത് ഓളെ കയ്യിൽ. ഞാൻ മറന്നതാട്ടോ. ഓൾക്ക് മരുന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം തരാം. ഓൻ വേഗം തന്നെ മരുന്ന് എടുത്തു കൊടുത്തു. താങ്ക്സ്. എന്നാൽ ഗുഡ് നൈറ്റ്. ഓക്കെ അളിയ, ഗുഡ് നൈറ്റ്. വേഗം തന്നെ റൂമിലേക്ക് ചെന്ന് മരുന്ന് ഓളുടെ കയ്യിൽ പുരട്ടി. പെട്ടെന്ന് ഓള് പതിയെ കൈ വലിച്ചു. ഉറക്കത്തിൽ ആണ്. വേദനിച്ചിട്ടാവും. വേഗം മരുന്ന് പുരട്ടി അവിടെ നിന്ന് എണീറ്റ് ബെഡിൽ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞു അവിടെ നിന്നും തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോഴാണ് സമാധാനമായത്. ഉമ്മ ഓളെ കണ്ട പാടെ കെട്ടിപ്പിടിച്ചു. കയ്യിൽ പിടിച്ചു വിശേഷം ചോദിച്ചതാ. കൈ വേദനിച്ചിട്ട് അവൾ കൈ വലിച്ചു. എന്താ മോളെ, കൈക്ക് എന്തു പറ്റി? അതൊന്നുമില്ല ഉമ്മ. കൈ ഇന്നലെ ഷെൽഫിൽ ഒന്ന് അടിച്ചുകൊണ്ട്. അന്നോ നല്ലോണം വേദനിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല ഉമ്മ. ഉപ്പ എന്തേ? ഉപ്പ പുറത്തു പോയി മോളെ. ഇപ്പം വരും. എന്നാൽ ഞാൻ പോയി ഒന്ന് ഡ്രസ്സ് മാറ്റട്ടെ. ചെല്ലും മോളെ. വേഗം തന്നെ റൂമിലേക്ക് ചെന്ന് നമ്മളെ ബാഗ് എടുത്ത് കിടന്ന റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു. കലിപ്പൻ കിച്ചണിലേക്ക് പോകുന്ന കണ്ട് നമ്മൾ പിറകെ ചെന്നു. നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയത്. നമ്മൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയത് ഉമ്മളോട് ചോദിച്ചു, കൈക്കിപ്പോൾ വേദന ഉണ്ടോ എന്ന്. അത് കേട്ടത് നമ്മൾ കണ്ണും മീച്ചു നിന്ന്. വേദന ഉണ്ടോയെന്ന് ചോദിച്ചത് കേട്ടില്ലേ?
ഇല്ല കുറവുണ്ട്. അതും പറഞ്ഞ് മൂപ്പര് റൂമിലേക്ക് പോയി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വെള്ളം കൊണ്ടുവെക്കാൻ ചെന്നു. അത് വെച്ച് നമ്മൾ തിരിച്ചു പോന്നു. മോള് കിടന്നില്ലേ? കിടക്കാൻ പോണു ഉമ്മ. ഇതെങ്ങോട്ടാ? ഇന്നലെ കിടന്ന റൂമിലേക്ക്. വേണ്ട, അവിടെ കിടന്നാൽ മതി. വേണ്ട ഉമ്മ, അത് ഷിനുക്കാക്ക് ഇഷ്ടാവില്ല. ഞാൻ ഇവിടെ കിടന്നോളാം. ഉമ്മ പോയി കിടന്നോ മോളെ. ഒന്നുമില്ല ഉമ്മ, ഷിനുക്ക എന്നോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ വരട്ടെ, ഞാൻ കാത്തിരുന്നോളാം. ഉമ്മ കിടന്നോ. മോളെന്നാ പോയി കിടക്ക്. നമ്മൾ റൂമിലേക്ക് കടന്ന് ഡോർ അടച്ചു. ദിവസങ്ങൾ ആഴ്ചകൾ ആയി കടന്നുപോയി. ഇപ്പോഴും രണ്ടാളും രണ്ട് റൂമിലാണ്. ഷിനു അവളോടൊന്നും സംസാരിക്കില്ല. ഉമ്മയും ഉപ്പയും ആകെ സങ്കടത്തിലായി. നാളെ ഷിനു ഗൾഫിലേക്ക് തിരിച്ചു പോകുകയാണ്. അടുത്ത ഭാഗത്തിനായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അസ്സലാമു അലൈക്കും.